cuisine. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഒരു മിനി വേർഷൻ ഇപ്പം നമ്മുടെ കുവൈറ്റിലും ഉണ്ട്. ലിറ്റിൽ കുവൈറ്റ്, ദ വേൾഡ് ഓഫ് വണ്ടേഴ്സ്. കുവൈറ്റ് മിഷ്രിഫ് ഫെയർഗ്രൗണ്ടിലാണ് ലിറ്റിൽ കുവൈറ്റ് ഉള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് പല കൺട്രീസിന്റെ കൾച്ചേഴ്സ്, അവരുടെ ക്വിസീൻസ്, പിന്നെ അവരുടെ പെർഫോമൻസ്, അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏഷ്യൻ പവലിയനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ അധികം ഏഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ഇവിടെ എല്ലാ സ്റ്റോളും നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് നമ്മുടെ ആദിവാസി ഹെയർ ഓയിൽ ഇപ്പോൾ വളരെ ഫേമസ് ആണല്ലോ. ഇതിൻ്റെ ഒരു 3 സ്റ്റോൾ ഉണ്ട് ഇവിടെ. നാട്ടിൽ നിന്നുള്ള ടീം തന്നെയാണ് ഇവിടെ. അപ്പം അത് ഇവിടെയും വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. നല്ല പേളും സ്റ്റോണും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള കുറേ ആക്സസറീസ് ഉണ്ട് ഇവിടെ. നല്ല ചീപ്പായിട്ട് ഫുട്വെയർ കിട്ടുന്ന ഒരു ഷോപ്പാണ്. പ്രൈസ് നിങ്ങൾക്ക് കാണാം 1.5, 3 KD. പല ഡിസൈൻസ് ഉണ്ട്. ഫുട്വെയർ ഉണ്ട്, ക്ലച്ചസ് ഉണ്ട്. വളരെ നല്ല കളക്ഷൻ ആണ് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ. ബൂട്ട്സ്, ക്ലച്ചസ് എല്ലാം അവൈലബിൾ ആണ് ഈ ഷോപ്പിൽ. ഇത് തായ്ലൻഡ് പവലിയൻ ആണ്. അപ്പോൾ ഈ ഒരു ഷോ പീസ് ഇതിൽ നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും പേര് ഇങ്ങനെ എഴുതി തരും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേര് എഴുതി, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഷോ പീസാണ്. നെക്സ്റ്റ് നമ്മൾ ഈജിപ്റ്റ് പവലിയനിലേക്കാണ് പോയത്. അപ്പം അവിടെ കയറിയപ്പോൾ തന്നെയുള്ള ഷോപ്പാണ് ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സ് ഉണ്ട്. എല്ലാം മിൽക്ക്, ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ചിപ്സ്, പല ഫ്ലേവേഴ്സ് ഉള്ള ചിപ്സാണ്. അതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണിത്. അതുപോലെ അവരുടെ ഹലാവ, അങ്ങനെ സ്വീറ്റ്സും ഒരുപാട് അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. അപ്പോൾ ഈ കാണുന്ന ബാഗ്സ് ഒക്കെ നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെയുള്ള വേറൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മളും ഇവിടുന്ന് കുറച്ചൊരു മിക്സ്ഡ് ആയിട്ടുള്ള സ്നാക്സ് വാങ്ങിച്ചു. പല ടൈപ്പ് ചീസിൻ്റെ ഫ്ലേവർ ഉണ്ട്. പാപ്രിക്ക, സാത്തർ, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ചിപ്സ് ഒക്കെ കിട്ടിയപ്പോൾ ഇസക്കുട്ടി ഹാപ്പിയായി. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈവനിങ് 3 PM to 11 PM ആണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. എൻട്രി ഫ്രീ ആണ്. മാർച്ച് എൻഡ് വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മസ്റ്റ് ആയിട്ടൊന്ന് പോയി കാണുക. ഈ ഷോപ്പിൽ മാംഗോൻ്റെയും കോക്കനറ്റിൻ്റെയും ഐറ്റംസ് ആണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോക്കനട്ട് മാംഗോ റൈസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ കോക്കനറ്റിൻ്റെ പുഡിങ്, മാംഗോ ഷേക്ക്, മാംഗോൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവരെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി വേണം. ഇവിടുത്തെ മിക്ക ഐറ്റംസും വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല കളർഫുൾ ആണ്. എല്ലാ കൺട്രീസിൻ്റെയും ഫുഡിൻ്റെ സ്റ്റോൾ ഉണ്ട്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം അധികവും ദുബായിൽ നിന്നൊക്കെ ഉള്ളത് അവരുടെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ചൈനയിലേക്കൊന്ന് പോവാം. ഇഷുവിൻ്റെയും ഇസയുടെയും ഫേവറേറ്റ് സ്റ്റോളാണ്. ഇവിടെ ആനിമീസിൻ്റെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിരുന്നു അവിടെ. ചില ഷോപ്പിൽ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഇവിടെ ഇതൊരു ചീസിൻ്റെയും ഒലീവ്സിൻ്റെയും ഒലീവ് ഓയിൽ അതിൻ്റെയൊക്കെ ഷോപ്പാണ്. അപ്പോൾ അതുപോലെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ അവൈലബിൾ എന്നുള്ളത് പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് എല്ലാ ഷോപ്പിലും എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ആഫ്രിക്കൻ പവലിയനാണ്. ആഫ്രിക്കൻസ് എപ്പോഴും നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആനിമൽ സ്റ്റാച്യൂസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു ഷോപ്പിൽ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽ സ്റ്റാച്യൂസ് അവൈലബിൾ ആണ്. വുഡൻ സ്റ്റാച്യൂസ് ആണ് എല്ലാം. വുഡോണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ആഫ്രിക്കൻസ് ഉണ്ടാക്കുന്ന ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പെഷ്യൽ ബാഗ്സ് ആണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മുടെ പിക്ചേഴ്സൊക്കെ ലൈവായിട്ട് അയാൾ ഡ്രോ ചെയ്ത് തരും. നല്ല ഭംഗിയുള്ള ജൂത്തീസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ്. ഓരോന്നിനും 5 KD ആണ്. മാർബിളിൽ ഉണ്ടാക്കിയ വളരെ ബ്യൂട്ടിഫുൾ ആയ ആനിമൽ സ്കൾപ്ചേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ചെസ് ബോർഡും എല്ലാം അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോക്സസ് ഉണ്ട്. ഈ ഒരു ചെസ് ബോർഡ് നമുക്ക് ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റും.
ഇതൊരു വിൻറ്റേജ് ബുക്കാണ്. ഈ ഷോപ്പിലുള്ള ഐറ്റംസ് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ഷോ പീസ് ആയിട്ട് വെക്കണമെങ്കിലോ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ. ഇപ്പം ഈ ഒരു ബോക്സ് തന്നെ നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു വർക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ്. വളരെ ചെറിയൊരു ചെസ് ബോർഡാണ്, നമുക്ക് പേഴ്സിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ. ഇതുപോലെ മിനി പോർട്ടബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ചെസ് ബോർഡ് ഉണ്ട്. ഈ ഷോപ്പിലെ ഐറ്റംസ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് വർത്ത് ഇറ്റ് ആണ്. ഇത് ജാപ്പനീസ് ചീസ് കേക്ക് അവൈലബിൾ ആയിട്ടൊരു സ്റ്റാളാണ്. പല ഫ്ലേവേഴ്സിൻ്റെ ചീസ് കേക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ പവലിയൻ. ജപ്പാൻ പവലിയനിൽ കാണുന്ന ഈ ഷോപ്പ് ആനിമീസ്, കാർട്ടൂൺസിൻ്റെ ഒക്കെ പോർട്രേറ്റ്സ് സെല് ചെയ്യുന്ന ഷോപ്പാണ്. ഒരു ജാപ്പനീസ് മെഡിസിൻ്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ. ഇതാണ് ഇവർ പറയുന്നത് ഇത് ഹെഡേക്കിന്, കോൾഡ്, നമുക്ക് ബോഡി പെയിൻ അങ്ങനത്തെ എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആണ് എന്നാണ്. ഇതുപോലെ ഒരു ഷുഗർ ക്യൂബിൽ അവർ ആ മെഡിസിൻ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് നമുക്ക് തരും. അപ്പം നമ്മളത് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അത് കഴിച്ചപ്പോൾ ശരിക്കും അത് തലക്ക് തന്നെ പിടിച്ച് ശരിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് കയറിയ പോലെ ഒരു എഫക്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ ലൈവ് പെർഫോമൻസസ്. ഓരോ കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പെർഫോമൻസ് ആണ്. ഇത് ഇവിടുത്തെ എന്റർടൈനിങ് ആയ ഒന്നാണ്. അവിടെയാണ് സ്റ്റേജ്. ആ സ്റ്റേജിലാണ് ഈ പെർഫോമൻസ് ഒക്കെ ഉള്ളത്. കുറച്ച് സമയം പെർഫോമൻസ് കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്, അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ഫുഡ് സ്റ്റോൾ കണ്ടത്. നമ്മുടെ ഇന്ത്യൻ പാനിപൂരി, മൊമോസ്, ചായ എല്ലാം അവൈലബിൾ ആയ ഒന്നാണ്. നെക്സ്റ്റ് പെർഫോമൻസ് സ്റ്റാർട്ടായി. ഇവിടെ കിഡ്സിനും ഒരു ഏരിയ ഉണ്ട്. ഇവിടെയുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കിഡ്സ് പ്ലേ ഏരിയ. കിഡ്സിന് കളിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ ഒരു ടോയ് ട്രെയിൻ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ്. ഇത് ഇവിടുത്തെ മെയിൻ ഫുഡ് കോർട്ട് ഏരിയ ആണ്. എല്ലാ പവലിയൻ്റെയും മിഡിലായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ക്വിസീൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തായ് വേണോ, ഏത് ഫുഡ് വേണം നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചൂസ് ചെയ്യാം. മിക്ക സ്റ്റാളിലും ലൈവ് കുക്കിംഗ് ആണ്. നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് നമുക്ക് ആ ഫുഡ് തരുമ്പോൾ നമുക്കത് കഴിക്കാനൊരു പ്രത്യേക സാറ്റിസ്ഫാക്ടറി ആണ്. നമ്മൾ ടർക്കിഷ് പവലിയനിൽ പോയിട്ടില്ലായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു പവലിയനാണ്. ടർക്കിഷ് സ്വീറ്റ്സ് വളരെ സ്പെഷ്യലാണ്. അപ്പം ഇത് ടർക്കിഷ് ഡെസേർട്ട്സിൻ്റെ ഒരു ഷോപ്പാണ്. അവരുടെ സ്പെഷ്യൽ കേക്ക്സും ബക്ലാവയും എല്ലാം ഈ ഷോപ്സിൽ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള സോപ്സ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോഴാണ് ഇങ്ങനൊരു ഐറ്റം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ കടുക്ക നിറച്ചതുപോലെയൊക്കെയുള്ളൊരു ഐറ്റം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ റൈസിൻ്റെ ഒരു ഫില്ലിംഗ് ആണ്. ബട്ട് സിമിലർ ടു നമ്മുടെ കടുക്ക നിറച്ചത്. ഇത് അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്, ബണ്ണ് അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ അവരതിൽ പല സ്റ്റഫിങ്ങും നമുക്ക് തരും. സ്വീറ്റും ചോക്ലേറ്റ് വേണ്ടവർക്ക് അത്, അല്ലെങ്കിൽ ചീസ്, ടൊമാറ്റോസ് ഒക്കെ സ്റ്റഫ് ചെയ്ത് തരും. ലൈവായിട്ട് ബക്ലാവ, കുനാഫ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഷോപ്പാണത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലിങ്സ് ഉണ്ട്.
20 KD ആണ് ഈ മഷ്റൂംസിന്റെ പ്രൈസ്. ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. അവരുടെ ഹൽവ ടൈപ്പുള്ള ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള സ്വീറ്റ്സ് ഉണ്ട്. അതിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഫില്ലിങ്ങും ഡ്രൈ ഫ്രൂട്ട്സിൽ കവർ ചെയ്തിട്ടുള്ളൊക്കെ സ്വീറ്റ്സ് ആണ്. ടർക്കിഷ് ഐസ്ക്രീമും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഷോപ്പിൽ കാണുന്ന കാസൽസ് ഒക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് ജസ്റ്റ് ഡെമോ ആയിട്ട് അവർ കുറച്ച് പീസസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. ഇവരുടെ ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പീസസ് അവൈലബിൾ ആണ്. 15 KD ആണ് അതിന് പ്രൈസ് പറഞ്ഞത്. റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, അല്ലാത്ത ടൈപ്പും ഉണ്ട്. ബാറ്ററി ഇല്ലാതെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ പഴയ ടോയ്സ് ഒക്കെ നമ്മൾ കീ തിരിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ലേ, അതുപോലത്തെ ഐറ്റം ആണൊന്ന്. നമ്മൾ തിരിച്ച് ഫുഡ് സ്റ്റാളിൽ തന്നെ എത്തി. ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി പോലെ ഉണ്ട്. അതിൽ അവർ ഉണ്ടാക്കുന്നത് ഒരു ജാപ്പനീസ് ഡിഷാണ്, ടാക്കോയാക്കി. ഈ ജാപ്പനീസ് സ്നാക്കിൽ ഓക്ടോപ്പസ് ആണ് ഫില്ല് ചെയ്തത്. വളരെ ഫേമസ് ആയ ഡിഷാണ്. അപ്പം ഈ ഒരു ഷോപ്പിന്റെ മെനു ആണ് ഇത്. ഇവിടുന്ന് ഒരു ടെമ്പൂര റാമൻ ആയിരുന്നു ഓർഡർ ചെയ്തത്. ടാക്കോയാക്കി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ 6 ബോൾസ് ആണ്. അതിൻ്റെ മുകളിൽ അവരൊരു സോസ് ഒഴിച്ചു, പിന്നെ വേറെ എന്തോ അവരുടെ കുറേ ഐറ്റംസ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇഷ്യൂ ഓർഡർ ചെയ്ത റാമൻ. ബേസിക്കലി ഇത് ന്യൂഡിൽസ്, എഗ്ഗ്, പിന്നെ കാണുന്നത് സീവീഡ് ആണ്. പിന്നെ 3 പ്രോൺസ് ആണ് ഇതിലുള്ളത്. നല്ല ക്രിസ്പി ആയ പ്രോൺസ് ആണ്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഇഷ്ടം.